വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിറയെ ഹോൾസ് ഉള്ള നല്ല കളർഫുള്ളായിട്ടുള്ള നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പമാണിത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ജീരകശാല റൈസ് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ഫ്ലേവറും ഈ ഒരു അപ്പത്തിനുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 1.5 കപ്പ് ജീരകശാല റൈസാണ്. ചെറിയ അരിയില്ലേ, നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ചെറിയൊരു അരി നന്നായി കഴുകിയിട്ടൊന്ന് കുതിർത്ത് വെക്കാം. ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരളവിൽ നമുക്ക് 1 കപ്പ് ചോറാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് വേണം. 1 ടീസ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അങ്ങനെ 3-4 സ്റ്റെപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും കട്ടി നമുക്ക് വേണ്ട. അപ്പോൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർത്ത് ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ എന്തായാലും പൊങ്ങാൻ വെക്കണം. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി വരും. ഇനി നന്നായി പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പൊങ്ങി വന്ന സമയത്ത് കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ടാവും. ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചെടുക്കാം. പാന് നന്നായി ചൂടായി ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു തവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുക്കുക. അപ്പോഴും തന്നെ ഇതുപോലെ ഹോൾസായി വരും. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്ത് ഒരു 2 മിനിറ്റ് അത്രേ വേണ്ടൂ. 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഹോൾസായി വരും. അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലും വേണമെങ്കിൽ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇടാം കേട്ടോ. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഒരു തവി ഒഴിച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്യാരറ്റും മല്ലിയിലും ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമ്മൾ ഊത്തപ്പം റെഡിയാകും. ടോട്ടൽ 2 മിനിറ്റ് മതിയാവും ഈ ഒരു അപ്പത്തിന് കുക്കാവേണ്ട ടൈം. അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള അപ്പമാണിന്ന് കാണിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. നല്ല ചിക്കൻ കുറുമൻ്റെ കൂടെയും എല്ലാ തരം കുറുമൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്. അല്ലാണ്ട് നമുക്ക് നോർമൽ കറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. ജീരകശാല റൈസിൻ്റെ ഒരു ഫ്ലേവറും തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.